എന്നെ ഒരുപാട് ഭക്തർ ഇപ്പം നമ്മൾ ഓൺലൈൻ മീഡിയ ആണല്ലോ, എല്ലാവർക്കും ആരെ പറ്റി അറിയാനും ഇപ്പോൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താലായിട്ട് കിട്ടും. അപ്പം എന്നെ കുറിച്ച് മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടോ, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എന്നെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി യൂട്യൂബിലും അതുപോലെ ഗൂഗിളിലൊക്കെയും പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം സെർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭക്തർ ഇപ്പം എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്ര നാളും അതിനെക്കുറിച്ച് കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ യൂട്യൂബില് ഷെറിൻ പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം എന്നാണ് അത് കെടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പൊയ്യാറ എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കിട്ടാറില്ല, അതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല എന്നെ ആക്ച്വലി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഞാനതിപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം അമല തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബ് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം അമല തൃശ്ശൂർ എന്ന് അടിച്ചാലായിട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ എല്ലാ വീഡിയോസും ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 500-ലധികം വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. അപ്പം ഞാൻ ഏത് തരത്തിലുള്ള ഒരാളാണ്, എന്താണ് ഞാൻ വിഷ്ണുമായ സ്വാമിയെ കുറിച്ച് പറയുന്നത്, എന്താണ് ഞാൻ, എന്ത് തരത്തിലുള്ള വ്യക്തിയാണ് ഞാൻ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലായി നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എന്നെ കാണണം, എൻ്റെ സർവീസ് വേണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വിളിക്കുക. അതുപോലെ ഗൂഗിളിൽ നോക്കുമ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം എന്നുള്ളത് മലയാളത്തിലാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിൽ ഗൂഗിളിൽ പൊയ്യാറ എന്ന് പറഞ്ഞിട്ട് കുറേ ടെമ്പിളുകളും വേറെ എടുക്കുന്നുണ്ട്. നമ്മുടെ ബിഗ് ഫാമിലി ആയതുകൊണ്ട്, അത് തറവാട് പേരും കൂടി ആയതുകൊണ്ട് അങ്ങനെയുള്ള പേരുകൾക്ക് എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പലരും ഗൂഗിളിൽ നോക്കിയിട്ട് പൊയ്യാറയുടെ പല തറവാട്ട് അമ്പലങ്ങളിൽ പോയി ആ ലൊക്കേഷനിൽ പോയിട്ടും അവിടെ നിന്ന് എൻ്റെ ഫോട്ടോ എല്ലാവർക്കും ഫെമിലിയർ ആയ കാരണം ഈ മഠത്തെക്കുറിച്ചൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും അതല്ല എന്ന് തോന്നി അവർ എന്നെ നേരിട്ട് വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്നോട് ഇപ്പോൾ നേരിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ്. മാസങ്ങളോളം പല സ്ഥലങ്ങളിൽ തെറ്റിപ്പോയിട്ടാണ് അവരെന്നെ കാണാനായിട്ട് വരുന്നു. അപ്പൊ അത്രയധികം അവര് ഇഫേർട്ട് എടുക്കുന്നു എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് അറിയുമ്പോൾ ഞാനായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനെ വളരെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ പൊയ്യാറ ശ്രീ വിഷ്ണു മായാമഠം അമല തൃശ്ശൂർ എന്ന് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വരുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്രസ് ഉണ്ട്, ലൊക്കേഷൻ ഉണ്ട്. അമല ഹോസ്പിറ്റലിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ കാണിക്കുകയോ ഈ പറയുന്ന കാര്യങ്ങളോ ചെയ്താൽ പൊയ്യാറ മഠത്തിലേക്ക് ഡി സ്ക്വയർ വില്ലയിലുള്ള ഒരു വീടോട് ചേർന്നിട്ടുള്ള തന്നെയാണ് മഠം. അത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓരോ വ്യക്തിയെയും കൃത്യമായി പഠിക്കുകയും അവരുടെ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് കൃത്യമായി പഠിക്കുകയും അവർക്ക് വന്ന പരാജയങ്ങൾ, അത് ഫാമിലിയിൽ വരുന്ന ഇഷ്യൂസിനെ ബേസ് ചെയ്ത്, ഡൈവേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള, ദാമ്പത്യ കലഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ളതിന് ആയാലും, ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും, അവരുടെ ഫാമിലി ലൈഫ്, ബിസിനസ് ലൈഫ്, അവരുടെ സ്പിരിച്വൽ ലൈഫ്, ഇതെല്ലാതും നമ്മൾ ചെക്ക് ചെയ്ത് അവരുടെ ജാതകം നമ്മൾ ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ ഓരോ കാര്യങ്ങളെയും കൃത്യമായി പഠിച്ച് അതൊരു സ്റ്റഡീസായി, ഒരു റിസർച്ചായി എടുത്തുകൊണ്ടാണ് അവരെ നമ്മൾ ലൈഫിൽ മുന്നേറി കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്ന, പെട്ടെന്ന് വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു, ഭയങ്കരമായ ഒരു പ്രൊമോഷൻ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും എന്നുള്ള ഒന്നുമില്ല. കൃത്യമായി നമ്മൾ ചെയ്താൽ മാത്രം തന്നെയാണ് വിജയിക്കുള്ളൂ എന്ന് എനിക്ക് ജീവിതത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ട് ഞാനത് മറ്റുള്ളവരെടുത്ത് അതുപോലെ തന്നെയാണ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഓടി വന്ന് ചെയ്താൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടുമെന്ന് പറയുന്നത് വെറും മണ്ടത്തരമായ ഒരു ചിന്താഗതിയാണ്. അതിന് നമ്മൾ കുറെ പൈസ മുടക്കിയത് കൊണ്ട് അപ്പൊ തന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നതും മണ്ടത്തരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം കാണിക്കുക, നിങ്ങൾക്ക് ഭഗവാനോടുള്ള നന്ദി കാണിക്കുക. ഇതിന് സൂചകമായിട്ടാണ് നമ്മൾ ഭഗവാന് വേണ്ടതായിട്ട് എന്തെങ്കിലും വഴിപാട് കൊടുക്കുന്നതോ, പലതരത്തിലുള്ള സമ്മാനങ്ങൾ വെക്കുന്നതോ, ഫ്രൂട്ട്സ് കൊടുക്കുന്നതോ, നിവേദ്യങ്ങൾ കൊടുക്കുന്നതോ, എന്തു വേണമെങ്കിലും ആവട്ടെ, അത് ഭഗവാനോട് നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ്. അത് മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ തന്നെയാണ്. അതുപോലെ നമ്മൾ ആ ഭഗവാനെ നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ് നമ്മൾ തൊഴുന്നതും നമസ്കരിക്കുന്നതും എല്ലാതും. അപ്പൊ എന്താണ്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ്?
നന്ദിയുള്ളവനാവുക. എല്ലാവരോടും ഒരു കാരണവും ഇല്ലാതെ നന്ദിയുള്ളവനാവുക. ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളോടും എല്ലാ ദുരിതങ്ങളോടും ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളോടും നന്ദി നമ്മൾ പ്രകടിപ്പിക്കുക. നന്ദി എന്ന് പറയുന്ന വികാരം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മളെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അട്രാക്ഷൻ ഉള്ള വശ്യമുള്ള ആളായി മാറും എന്നുള്ളതാണ് സത്യം. യൂണിവേഴ്സൽ നമ്മളിലേക്ക് എല്ലാ ബ്ലെസ്സിങ് എത്തിക്കുന്നുള്ളതാണ് സത്യം. അപ്പൊ നന്ദിയാണ് ശരിക്കും പറഞ്ഞ ഓരോ മതങ്ങളും നിങ്ങളെ പഠിപ്പിക്കുന്നത്. നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമ്പലങ്ങളും പള്ളികളും പലതരത്തിലുമുള്ള കാര്യങ്ങൾ ഉള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ, അത് വളരെ സമാധാനത്തോടെ പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കൊരു സ്ഥലം വേണം. നിങ്ങൾക്ക് അതിന് സമാധാനമായിട്ടിരിക്കാൻ ഒരു സ്ഥലം വേണം. അതുകൊണ്ടാണ് പള്ളികൾ ഉള്ളതെന്നും അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളതെന്നും ഞാൻ വിശ്വസിക്കുന്നു. പൊയ്യാറമഠത്തിൽ വന്ന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന എന്താണോ അത് ചെയ്തുകൊണ്ട് നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിത വിജയം നേടാൻ പറ്റുമെന്നാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളിലെ പണം നിങ്ങളെ ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് എങ്ങനെ വിജയിക്കാം എന്നതാണ്, അതിനെന്ത് പൂജകൾ ചെയ്യാം, അതിനെന്ത് കാര്യങ്ങൾ ചെയ്യാം എന്ന് കൃത്യമായി പഠിക്കാനുള്ള ഉദ്ദേശവും അത് ചെയ്യാനുള്ള ഉദ്ദേശവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം. എല്ലാവരും വിജയിക്കട്ടെ.